ഹായ്, എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം. നമ്മളൊരു പഴച്ചെടി മേടിച്ച് വയ്ക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് നിറയെ കായ്ച്ച് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ചെടി മേടിച്ച് വയ്ക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ കായ്ഫലം ലഭിക്കുന്നതായിരിക്കും. മാത്രവുമല്ല, ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഇതിൽ കായ്കൾ ഉണ്ടാവും. നിങ്ങൾക്കിതിൽ കാണാം, വലിയ കായ്കളും ചെറിയ കായ്കളും പൂക്കളും എല്ലാം തന്നെ ഇതിലുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇതിൽ ഏത് സമയത്തും കായ്കൾ ഉണ്ടാവുമെന്ന്. പിന്നെ വളരെ ചൂട് കൂടിയ സമയത്ത് മാത്രം ആ പൂക്കളൊന്ന് കൊഴിഞ്ഞു പോകുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ഒന്നോ രണ്ടോ കായ്കൾ അവിടെ ഇവിടെ ആയിട്ടെങ്കിലും നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഇത് എന്ത് പഴച്ചെടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതാണ് സ്വീറ്റ് ലൂബി. ഇതിന് ഒരുപാട് സ്ഥലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനൊരു 20 ലിറ്ററിൻ്റെ ബക്കറ്റിലാണ് ഇത് വച്ചിട്ടുള്ളത്. ഞാനിത് വാങ്ങി വയ്ക്കുമ്പോൾ ഇതിൻ്റെ തണ്ടിന് ഈർക്കിലിൻ്റെ വലിപ്പം മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇത് വളർച്ച വന്നു. 6 മാസം കൊണ്ട് തന്നെ ഇതിൽ കായയും പിടിച്ച് കിട്ടി. ഇതിലിപ്പോൾ 1-2 പഴങ്ങൾ മാത്രമേ പഴുത്ത് വരുന്നുള്ളൂ. 2 ദിവസം കൂടി കഴിയുമ്പോൾ അതിൽ കൂടുതൽ പഴുത്ത് വരും. അപ്പം ഞാൻ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടുള്ള വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്താം. പിന്നെ ഇത് പഴുത്താൽ മാത്രമേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു ചവർപ്പായിരിക്കും. ഞാൻ ആദ്യം കഴിച്ചത് ശരിക്കും പഴുത്തിട്ടുണ്ടായില്ല. പുളിയും ഉണ്ടായി, ചവർപ്പും ഉണ്ടായി. ഇപ്പോൾ അതേ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇപ്പോൾ കുറച്ചധികം കായകളൊക്കെ പഴുത്ത് വരുന്നുണ്ട്. ഇത് ഈ റെഡിൽ നിന്ന് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലോട്ട് മാറും. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട്. നമ്മൾ നല്ല മധുരമുള്ള പ്ലംസൊക്കെ കഴിക്കില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന്. മാത്രമല്ല ഇത് കുരു ഉൾപ്പെടെ നമുക്ക് കഴിക്കാം കേട്ടോ. ഇതിലിപ്പോൾ നല്ല പഴുത്തതൊന്നും കാണുന്നില്ല, എന്നാലും ചെറുതായിട്ട് നെങ്ങുന്നത് നോക്കി ഞാൻ ഒരെണ്ണം ഇപ്പോൾ കഴിക്കുന്നുണ്ട്. ഈ ഒരു പഴുപ്പിൽ കഴിച്ചാൽ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മേടിച്ച് കഴിക്കില്ലേ ലള്ളോവി, അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ചെറിയൊരു മധുരവും ഉണ്ടാവുകയുള്ളൂ. നല്ല ചവർപ്പായിരിക്കും മുന്നിട്ട് നിൽക്കുക. എന്നാലും കഴിക്കാം, നമുക്ക് ടേസ്റ്റാണ്. പക്ഷേ പഴുത്ത് കഴിഞ്ഞ് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ എൻ്റെ മക്കൾ ഈ ഒരു പഴുപ്പാകുമ്പോൾ തന്നെ പൊട്ടിച്ച് കഴിക്കും. അവർക്കും ഒരുപാട് ഇഷ്ടമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊരെണ്ണം നട്ട് വളർത്തുക. ഓക്കെ, താങ്ക്